ഹലോ. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തായ് റോൾസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് ക്യാരറ്റ്സ്, ക്യൂക്കമ്പേഴ്സ്, ലെറ്റ്യൂസ് ഇതൊക്കെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഡ്രസ്സിങ്ങിനായിട്ട് ഒരു ബോളിലേക്ക് കുറച്ച് സോൾട്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഒറിഗാനോ അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ്, പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ക്രഷ്ഡ് ആയിട്ടുള്ള ഗാർലിക്കും ചേർക്കാം കേട്ടോ. അതിലേക്ക് ഒരു അര ലെമൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ലെമണിന്റെ നല്ല ജ്യൂസ്, പഴുത്ത ലെമൺ നോക്കി എടുക്കുക. പിന്നെ കുറച്ച് ഹണി ഒന്ന് ഡ്രിസിൽ ചെയ്യുക. ഈ ഹണിയും ചില്ലി ഫ്ലേക്സും ആണ് ഈ തായ് ഫ്ലേവറിൽ ഒന്ന് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബോയിൽ ആവുന്ന നേരം കൊണ്ട് ഈ വെജിറ്റബിൾസ് ഡ്രസ്സിങ്ങിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ റെഡി ആയപ്പം അത് നമ്മൾ സ്ലൈസ് ചെയ്ത് ആ സ്ലൈസ് ചെയ്ത ചിക്കനും കൂടെ ഈ സാലഡിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് റോൾസ് ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് കോൾഡ് വാട്ടർ വേണം, റോസ്റ്റഡ് പീനട്ട്സ് വേണം, റൈസ് പേപ്പർ വേണം. ഇത് ആമസോൺ ഇൻസ്റ്റാമാർട്ടിലൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ ഈ സാലഡും വേണം. പിന്നെ ഒരു ഫ്ലാറ്റ് സർഫസും ഉണ്ടാക്കി വെക്കാൻ ഒരു പ്ലേറ്റും റെഡി ആക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ റൈസ് പേപ്പർ എടുത്ത് കോൾഡ് വാട്ടറിൽ ഒരു 5 to 10 സെക്കൻഡ്സ് ഡിപ്പ് ചെയ്യുമ്പം ഇത് സോഫ്റ്റ് ആയിട്ട് വരും. അത് എന്നിട്ട് ഈ ഫ്ലാറ്റ് സർഫസിൽ വെക്കാം. സാലഡ് എടുത്തിട്ട് നടുവിനേക്കാളും കുറച്ച് നമ്മുടെ അടുത്തേക്കായിട്ട് പുറകിലേക്കായിട്ട് മാറ്റിയാണ് ഇത് വെക്കേണ്ടത്. എന്നിട്ട് ആ ബാക്ക് വശം ആദ്യം മടക്കുക, പിന്നെ 2 സൈഡ്സും ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അങ്ങ് റോൾ ചെയ്തെടുക്കുക. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ റോൾ ആയപ്പോഴേക്കും ഭയങ്കര കംഫർട്ടബിൾ ആയത്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് റോൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുണ്ടാവും. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നമ്മുടെ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് സൈഡിലേക്ക് പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. ഇത് ചെയ്ത് പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയോ. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാട്ടോ ഒരു പീസ് എടുത്തു. ചില്ലി ഓയിലിൽ മുക്കിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി, എല്ലാവരും ട്രൈ ചെയ്യണേ.